ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കേനിക്സ്. അപ്പൊ നമ്മുടെ ഓണം എക്സാം കുറച്ച് ദിവസത്തെ ആവാൻ തന്നെ വരുന്നതാണ് അല്ലെ. അപ്പൊ നമ്മുടെ ബോട്ടണിയിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സും അതുപോലെ തന്നെ നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഓക്കെ, അപ്പൊ 2 ചാപ്റ്ററിനും അത്യാവശ്യം നല്ലപോലെ വെയിറ്റേജ് ഉണ്ടാവും, നല്ലപോലെ നമുക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ്സ് മാത്രം നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ മതി, നമുക്ക് നല്ലൊരു സ്കോർ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ 3 ഭാഗങ്ങൾ എന്ന് മിസ് പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ് ഈ ഒരു 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രീ ഫെർട്ടിലൈസേഷൻ. എന്താണ്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്, പ്രീ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്താണ്? നമ്മുടെ ഫെർട്ടിലൈസേഷൻ ആണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഫെർട്ടിലൈസേഷൻ ആണ്. എന്താണ്? ഫെർട്ടിലൈസേഷൻ. ആൻഡ് ദ തേർഡ് വൺ എന്താണ്? തേർഡ് മേജർ ഈവന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ആണ്. എന്താണ്? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. സോ ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണോ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് 2 ആൾക്കാർ അവിടെ വേണം. ഏതൊക്കെയാണ്? മെയിൽ ഗമീറ്റും വേണം, അതുപോലെ തന്നെ ഫീമെയിൽ ഗമീറ്റും വേണം അല്ലെ. അപ്പൊ ഇതിന്റെ 2 ഫോർമേഷൻ ആണ് എവിടെ വരുന്നത്? പ്രീ ഫെർട്ടിലൈസേഷനിൽ. അത് കഴിഞ്ഞിട്ട് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ രണ്ടുപേരും കൂടെ ഫ്യൂസ് ചെയ്യുന്ന ഈവന്റ്സ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ അവിടെ നമുക്കറിയാം ഫ്രൂട്ട് ഫോം ചെയ്യും, അതുപോലെ തന്നെ സീഡ്സ് ഫോം ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും ഈ 3 ഈവന്റ്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്തൊക്കെ നോക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ, അതിൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ് ആണ് പറയാൻ പോകുന്നത്. അവിടെ നമുക്ക് മെയിൽ ഗമീറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിൽ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. അപ്പൊ എന്താണ് മൈക്രോസ്പൊറാഞ്ചിയം? ആക്ച്വലി നമ്മുടെ മെയിൽ ഗമീറ്റ് ഫോം ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിനെയാണ് നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മൈക്രോസ്പൊറാഞ്ചിയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 3 layers വെച്ചിട്ട്, 3 അല്ല 4 layers വെച്ചിട്ട് കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു ആന്തർ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ആന്തറിന്റെ ക്രോസ് സെക്ഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പിക്ചർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു പിക്ചർ നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപോലെ തന്നിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട്, ഈ ഒരു സിംഗിൾ മൈക്രോസ്പൊറാഞ്ചിയൻ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ, 4 മൈക്രോസ്പൊറാഞ്ചിയൻ നമുക്ക് ഇവിടെ കാണാം. ആ ഒരു സിംഗിൾ പാർട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ മേജർ ആയിട്ട് നമുക്ക് 4 വാൾ ലേയേഴ്സ് കാണാം. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതിനെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതുകൊണ്ടാണ് ഈ ഒരു 4 layers നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഏതൊക്കെ ലേയേഴ്സ് ആണെന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് എപ്പിഡെർമിസ്, then the second layer is endothecum and the third one is middle layer. ഒരു ഇന്നർമോസ്റ്റ് ലെയറും കൂടി ഉണ്ട്, അതിനെയാണ് നമ്മൾ ടപ്പീറ്റം എന്ന് വിളിക്കുന്നത്. എന്താണ് മക്കളെ? ടപ്പീറ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ 4 layers നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പൊ ഈ ആദ്യത്തെ 3 ലെയറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ ആൻഡ് ഹെൽപ്സ് ഇൻ ഡെഹിസൻസ്. അതായത് യങ്ങർ ഏജിലാണെങ്കിൽ ഈ ഒരു പോളൻ ഗ്രെയിൻ അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് ആ ഒരു പോളൻ ഗ്രെയിനെ, ആ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജസിനെ മൊത്തമായിട്ട് എന്താണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 ലേയേഴ്സ് ഉണ്ടാവും. അത് മെച്ചുർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? അത് പുറത്തേക്ക് പുറന്തള്ളണം. അതിനെയാണ് നമ്മൾ ഡെഹിസൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടും എന്താണ് ഈ ഫസ്റ്റ് 3 ലേയേഴ്സ് സഹായിക്കുന്നതായിരിക്കും. ആൻഡ് ദി ഇന്നർമോസ്റ്റ് ലെയർ ഇസ് ടെപ്പീറ്റം, ആൻഡ് ടെപ്പീറ്റം ഹെൽപ്സ് ഇൻ നറിഷ്മെന്റ്. അതായത് ഈ ഗ്രോയിങ് പോളൻ ഗ്രെയിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള ടെപ്പീറ്റം. അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അവിടെ പോളൻ ഗ്രെയിൻ ഫോം ചെയ്തു അല്ലെ. പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? നമ്മുടെ മെയിൽ ഗമീറ്റ് ആണ്. അപ്പൊ ഇവിടെ മെയിൽ ഗമീറ്റ് ഫോം ചെയ്തു. വാട്ട് ഇസ് ദാറ്റ്? ദാറ്റ് ഇസ് ദ പോളൻ ഗ്രെയിൻ അല്ലെ. പോളൻ ഗ്രെയിൻ ആണ് അവിടുത്തെ മെയിൽ ഗമീറ്റ്, അല്ലെങ്കിൽ നമുക്ക് മൈക്രോസ്പോർസ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. പക്ഷെ അതിലും അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എവിടെ നിന്നാണ്? പോളൻ ഗ്രെയിൻ എന്ന് ചോദിക്കും. അപ്പൊ പോളൻ ഗ്രെയിൻ നമ്മൾ നോക്കുന്ന സമയത്ത് 2 ഡിഫറെന്റ് ലേയേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2 ഡിഫറെന്റ് ലേയേഴ്സ് കാണാൻ പറ്റും. അതിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ഇസ് കോൾഡ് എക്സൈൻ. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ലെയർ എന്താണ്? എക്സൈൻ ആണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപൊളനിൻ വെച്ചിട്ടാണ്. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സ്പോറോപൊളനിൻ എന്ന്
പറയുന്നത് മോസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള മീൻസ് ഓർഗാനിക് മെറ്റീരിയൽ ആണ്. കാരണം ഇവർക്ക് എപ്പോഴാണോ നമ്മുടെ ഫീമെയിൽ ഗമീറ്റിന്റെ അടുത്ത് എത്താൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ. ആ ഒരു കണ്ടീഷൻസ് ഒക്കെ ഫേവറബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ പോളിനേഷൻ നടക്കണം. അത്രയും കാലം എന്താണ് ഈ പോളൻ ഗ്രെയിന് അതുപോലെ തന്നെ നിലനിൽക്കണം. ഓക്കെ, അതിന് പുറത്തു നിന്ന് യാതൊരുവിധ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, നശിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഔട്ടർ കവറിങ് ഉള്ളത്. അത് സ്പോറോപൊളനിൻ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എക്സൈൻ എന്നാണ് അതിന്റെ പേര്, അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നെക്സ്റ്റ്, ഇന്നർ വാൾ ഓഫ് ദ പോളൻ ഗ്രെയിൻ, ദാറ്റ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് പോയിന്റ് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് ഇൻഡൈൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻഡൈൻ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ മെച്യൂർ ആയി കഴിയുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോളൻ ഗ്രെയിനിന്റെ ഉള്ളിൽ നമുക്ക് 2 ഡിഫറെന്റ് സെൽസ് കാണാം. ഓക്കെ, അത് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് 2 സെൽഡ് സ്റ്റേജിലാണ്. ആ ഒരു സെൽസ് ഏതൊക്കെയാണ് നമ്മളോട് പ്രത്യേകമായിട്ട് ചോദിക്കും. ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോളൻ ഗ്രെയിനിന്റെ പിക്ചർ കാണാം. സോ ദിസ് പെർട്ടിക്കുലർ പിക്ചർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപോലെ ചോദിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പിക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വെജിറ്റേറ്റീവ് സെല്ലും കാണാം, അതുപോലെ തന്നെ ജനറേറ്റീവ് സെല്ലും കാണാം. സോ അവിടെ വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയുന്നത് എന്താണ്? ബിഗർ സെല്ലായിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് നമുക്കൊരു ഇറഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസും കാണാൻ പറ്റും. അതിന്റെ ഉള്ളിലായിട്ട് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ആയിട്ട് നമുക്കൊരു സ്മോളർ സെല്ല് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത്. അങ്ങനെ 2 ലേയേഴ്സ് ആണ്, അല്ലെങ്കിൽ 2 സെൽസ് ആണ് നമുക്ക് പോളൻ ഗ്രെയിനിൽ, മെച്യൂർ ആയിട്ടുള്ള ഒരു പോളൻ ഗ്രെയിനിൽ കാണാൻ പറ്റുക. അപ്പൊ ഇവിടെ വെജിറ്റേറ്റീവ് സെല്ല് ബിഗർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് എന്ത് കാണാം? ഫുഡ് റിസർവ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ലാർജ് ആയിട്ടുള്ള ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണാൻ പറ്റും. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഇത് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വെജിറ്റേറ്റീവ് സെൽ? ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കേണ്ടത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് മെയിൽ ഗമീറ്റ് ഫോം ചെയ്തു, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് നത്തിങ് ബട്ട് ദ സ്ട്രക്ചർ ഓഫ് മെഗാസ്പൊറാൻജിയം എന്ന് ഉദ്ദേശിക്കുന്ന ഏതാണ്? നമ്മുടെ ഫീമെയിൽ ഗമീറ്റിന്റെ കാര്യമാണ് അല്ലെ. ദാറ്റ് ഈസ് ദ ഒവ്യൂൾ. ഫീമെയിൽ ഗമീറ്റ് എന്ന് പറയുന്നത് ഒവ്യൂൾ ആണ്. അതിന്റെ ഉള്ളിൽ എംബ്രിയോ സാക്ക് കാണാൻ പറ്റും. പെർഫെക്റ്റ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ എംബ്രിയോ സാക്ക് ആണ്. അതിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ അതുമായിട്ടാണ് പോളൻ ഗ്രെയിൻ വന്നിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ മെഗാസ്പൊറാൻജിയത്തിന്റെ അല്ലെ ഒവ്യൂളിന്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ കാണാം. സോ ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഇത് നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന മറ്റൊരു ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇവിടെ നമുക്ക് ഹൈലം കാണാം, പിന്നെ സ്റ്റോക്ക് ഓഫ് ദ വ്യൂൾ, ദാറ്റ് ഇസ് ദ ഫ്യൂണിക്കൽ, പിന്നെ ഒരു ഓപ്പണിംഗ് കാണാം, ദാറ്റ് ഇസ് മൈക്രോപൈൽ. ആൻഡ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ എംബ്രിയോ സാക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇൻഡിഗ്യുമെന്റ്സ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് എന്താണ്? ന്യൂസെല്ലസ് കാണാൻ പറ്റും. എന്താണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്? അതായത് നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പാർട്ടാണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? എംബ്രിയോ സാക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു ഒവ്യൂളിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾ അതേപോലെ പഠിക്കണം. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പോർ അല്ലെങ്കിൽ നമ്മുടെ എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ നമ്മൾ മെഗാസ്പോറോജെനസിസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ കൂടുതലും എന്താണ്? കുറവാണ്. പക്ഷെ ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ എംബ്രിയോ സാക്ക് ആണ് കൃത്യമായി പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ആൻജിയോസ്പെർമിന്റെ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് മെച്യൂർഡ് ആയി കഴിയുമ്പോൾ 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 7 സെൽഡ് സ്റ്റേജിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾ എപ്പോഴും പഠിച്ചിരിക്കുക. ഇത് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ എംബ്രിയോ സാക്കിന്റെ ഒരു എൻലാർജ്ഡ് വ്യൂ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ് എന്ന് പറയുന്നത്? ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ഫോർമേഷൻ ഒക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. അത് ലൈവ് മിസ് എടുത്തിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു ഡിസ്കഷൻ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഏറ്റവും ക്രിസ്പ് ആയിട്ടാണ് പറയുന്നത്. സോ ഇവിടെ ആന്റിപോഡൽ റീജിയനിൽ നമുക്ക് 3 സെൽസ് കാണാം. അതുപോലെ തന്നെ 3 ന്യൂക്ലിയസും കാണാൻ പറ്റും അല്ലെ. ഇനി സെൻട്രൽ സെല്ലില് നമുക്ക് എന്താണ്? 2 ന്യൂക്ലിയസ് കാണാൻ പറ്റും അല്ലെ. 2 ന്യൂക്ലിയസ് കാണാൻ പറ്റും. പക്ഷെ അതൊരു സിംഗിൾ സെല്ലാണ്. അപ്പൊ എത്ര സെല്ലായി? ഇവിടെ 3 + 1 4 എണ്ണം ആയല്ലോ. ഇനി അടുത്തത് നമ്മുടെ മൈക്രോപൈലാർ എൻഡില് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു എക്സെല്ല് കാണാൻ പറ്റും. അത് കൂടാണ്ട് 2 സിനർജിഡ്സും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? വീണ്ടും 3 സെല്ലായി അല്ലെ. അപ്പൊ 3 ഇവിടെ 3 + 1 and 3 അല്ലെ. അപ്പൊ എത്രയായി? 3 + 3 6 + 1 7 സെൽസ് ആയി. പക്ഷെ ന്യൂക്ലിയസ് ഇവിടെ മാത്രം എത്രയാണ്? 2 എണ്ണം ഉണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എത്ര ന്യൂക്ലിയസ് ആണ്? 8 ന്യൂക്ലിയേറ്റഡ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു പെർട്ടിക്കുലർ പിക്ചർ നിങ്ങൾ ഇതേപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇത് നമ്മളോട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് നമ്മുടെ
എന്താണ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ പിസ്റ്റൽ. ഓക്കെ, അപ്പം അവിടെ ഈ ഒരു പെർട്ടിക്കുലർ കൈൻഡ്സ് ഓഫ് പോളിനേഷൻ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഓട്ടോഗമി, അതായത് സെയിം ഫ്ലവറിൽ തന്നെ സെയിം ആന്തറും അതുപോലെ തന്നെ സെയിം സ്റ്റിഗ്മയാണ് എങ്കിൽ അവർ തമ്മിലാണ് ആ ഒരു പോളിനേഷൻ എങ്കിൽ നമ്മൾ അതിനെ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമി എന്ന് വിളിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജൈഗ്നോഗമി ആണ്. അപ്പൊ രണ്ട് ഫ്ലവേഴ്സ് അവിടെ ഇൻവോൾവ് ആയിരിക്കും, പക്ഷെ സെയിം പ്ലാന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് സെൽഫ് പോളിനേഷൻ എന്ന് പറയാം. കാരണം എന്താണ്, അവിടെ ജനറ്റിക് മെക്കാനിസം ഒന്നും മാറുന്നില്ല, അല്ലെങ്കിൽ പുതിയ വേരിയേഷൻ ഒന്നും ഫോം ചെയ്യുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ടു ടൈപ്സ്. ആൻഡ് ദ തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സീനോഗമി ആണ്. ദാറ്റ് ഇസ് പെർഫെക്റ്റ്ലി ദ ക്രോസ് പോളിനേഷൻ, അതായത് രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും, രണ്ടും എന്താണ് രണ്ട് പ്ലാന്റിലായിരിക്കും. സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ദ സീനോഗമി. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് നമ്മളൊന്ന് ഓർത്തിരിക്കുക. അത് നമ്മളോട് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതിൽ ചാസ്മോഗമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവറിൽ ഈ പറഞ്ഞ ആന്തറും അതുപോലെ തന്നെ സ്റ്റിഗ്മ എന്താണ് എക്സ്പോസ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതേപോലെ എക്സ്പോസ്ഡ് ആയിട്ട് പുറത്തേക്ക് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിന് എന്താണ് ചാസ്മോഗമസ് എന്ന് പറയാം. പക്ഷെ അതേ സമയത്ത് ക്ലെയ്സ്റ്റോഗമസ് ആണെങ്കിൽ എന്താണ് എപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് കാണുന്നതിനെയാണ് നമ്മൾ ക്ലെയ്സ്റ്റോഗമസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും എന്ത് നടക്കുന്നു, സെൽഫ് പോളിനേഷൻ നടക്കുന്നു, മറ്റേടത്ത് എന്താണ് ക്രോസ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇനി ഓരോ ടൈപ്പ് ഓഫ് പോളിനേഷനും അതിന്റെ അഡാപ്റ്റേഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ഫസ്റ്റ് വൺ ഇസ് വിൻ പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിന്റെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? ഇവിടെ ലാർജ് എമൗണ്ട് ഓഫ് പോളിൻ പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ അതുപോലെ വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമെൻസ് നമുക്ക് കാണാൻ പറ്റും, പിന്നെ ഫെദറി ആയിട്ടുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റിഗ്മ ഉണ്ടാവും, പിന്നെ എന്താണ് ഫ്ലവേഴ്സ് ഇൻഫ്ലോറസൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പോളൻ ഗ്രെയിൻസ് എന്താണ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആയിരിക്കും, എങ്കിൽ മാത്രമേ അത് വിൻഡ് കറൻസിന്റെ കൂട്ടത്തിൽ അതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് നെക്ട്രോ അല്ലെങ്കിൽ ഷോയി ആയിട്ടുള്ള പെറ്റൽസോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസോ ഇതൊന്നും നമുക്ക് എന്താണ് വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റ്സിൽ കാണാൻ പറ്റില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വാട്ടർ പോളിനേറ്റിംഗ് ആണ്. വാട്ടർ പോളിനേറ്റിംഗിൽ നമുക്ക് പോളൻ ഗ്രെയിൻസ് ലോങ് ആയിരിക്കും, റിബൺ ലൈക്ക് ആയിരിക്കും. അതുപോലെ തന്നെ പോളൻ ഗ്രെയിൻസ് എന്താണ് വെട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് വെള്ളത്തിൽ വീണത് നനഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എക്സ്ട്രാ ഒരു മ്യൂസിലേജസ് കവറിങ് കാണാൻ പറ്റും. പിന്നെ സ്റ്റിഗ്മ എന്താണ് അങ്ങനെ വെറ്റാവാതെ അതിനും ഒരു കവറിങ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താണ് ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇതേപോലെ നെക്ടർ ഉണ്ടാവില്ല, കളർഫുൾ ആയിട്ടുള്ള പെറ്റൽസ് ഉണ്ടാവില്ല, അതുപോലെ ഫ്രാഗ്രൻസ് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഫൈനലി നമ്മുടെ ഇൻസെക്ട് പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിൽ നമുക്ക് എന്താണ് ഇതേപോലെ കളർഫുൾ ആയിട്ടുള്ള പെറ്റൽസ് ഉണ്ടാവും, ഫ്രാഗ്രൻസ് ഉണ്ടാവും, നെക്ടർ ഉണ്ടാവും. ഇതെല്ലാം അതിന്റെ സ്പെഷ്യാലിറ്റി ആണ് അല്ലെ. ഫ്രാഗ്രന്റ് ആണ്, അതുപോലെ റിച്ച് ഇൻ നെക്ടർ അല്ലെ. അവർക്ക് റിവാർഡ് എന്ന് പറയുന്നത് അവിടുത്തെ നെക്ടർ ആണ്. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. പിന്നെ സ്മോൾ ഫ്ലവേഴ്സ് ആണ് ഒരു ക്ലസ്റ്റർ ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന അതിന്റെ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. പിന്നെ യൂഷ്വലി എന്താണ് നമ്മുടെ ഫ്ലൈസോ അല്ലെങ്കിൽ ബീസോ ഒക്കെ എന്താണ് ഇവരെ വന്നിട്ട് മീൻസ് പോളിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവരാണ് അല്ലെ. അവർ വരുന്ന സമയത്ത് എന്താണ് ചിലപ്പോൾ ഫൗൾ ഓർഡർ അതിന് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ഓർഡർ ഒക്കെ ഇവർ സാധാരണ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക. പിന്നെ എന്താണ് എപ്പോഴും ഈ ഒരു പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് സ്റ്റിക്കി ആയിരിക്കും, അതുപോലെ സ്പൈനി ആയിരിക്കും, എങ്കിൽ മാത്രമേ അത് ദേഹത്ത് ഒട്ടിപ്പിടിച്ചിരിക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ യെസ്. ഇനി അടുത്തത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ മേജർ സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൽ തന്നെ ചോദിക്കുന്നത് നമ്മുടെ ഇമാസ്കുലേഷൻ ആണ്, അതുപോലെ തന്നെ ബാഗിങ്ങും ആണ്. ഇത് രണ്ടുമാണ് നമ്മളോട് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ്. അതിന്റെ സ്റ്റെപ്സ് വേഗം പറയാം. സെലക്ഷൻ ഓഫ് പാരന്റ്സ്, പിന്നെ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്തറിനെ നമ്മൾ ഫ്ലവർ ബഡിൽ നിന്നും റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ബാഗിങ് ചെയ്യുന്നത് നമ്മളോട് ചോദിക്കാറുണ്ട്. അതായത് ഇമാസ്കുലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഒന്നും വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോളിത്തീൻ ബാഗ് വെച്ച് കവർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബാഗിങ് എന്ന് പറയുന്നത്. അതെന്താണ് ഈ ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അത് രണ്ടും ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്നു, പിന്നെ റീബാഗ് ചെയ്യുന്നു, എന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഫ്യൂഷൻ പ്രോസസ്സിന് വേണ്ടി നമ്മൾ അതിനെ ലീവ് ചെയ്യുന്നു. ഓക്കെ, അത്രയാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ മേജർ ഇവന്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ. അപ്പൊ നമുക്കറിയാം ആൻജിയോസ്പേംസിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. രണ്ട് സെൽസ് നമ്മുടെ പോളൻ ഗ്രെയിനിൽ മെച്യൂരിറ്റീന്റെ ടൈമിൽ ഉണ്ടാവും എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ പോളൻ ഗ്രെയിനിലെ ഓരോ സെല്ലും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഫ്യൂസിങ് പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ രണ്ടെണ്ണമായിട്ടാണ് അവിടെ നടക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പേംസിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ അതിൽ ഡബിൾ ഫെർട്ടിലൈസേഷനിൽ നമുക്ക് രണ്ട് ഇവന്റ്സ് കാണാം. സോ ദ ഫസ്റ്റ് വൺ ഇസ് സിൻഗമി ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഓക്കെ, അപ്പൊ സിൻഗമി എന്ന് പറയുന്നത് എന്താണ്? ഒരു മെയിൽ ഗമീറ്റ് നമ്മുടെ എക്സ് സെല്ലുമായിട്ട് അല്ലെ,
നമ്മുടെ നോർമൽ എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. അതാണ് സിംഗമി എന്ന് പറയുന്നത്. ഇനി ഒരു മെയിൽ ഗമീറ്റ് അവിടെ ബാക്കിയുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ മെയിൽ ഗമീറ്റ് എന്ത് ചെയ്യുന്നു? സെക്കൻഡ് മെയിൽ ഗമീറ്റ് fused with the secondary nucleus. ഓക്കെ, അതായത് നമ്മുടെ സെൻട്രൽ സെല്ലിലുള്ള ആ ഒരു സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒരു പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അല്ലെങ്കിൽ പെൻ ഫോം ചെയ്യുന്നു, PN അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ അപ്പൊ എത്ര ന്യൂക്ലിയസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? 3 ന്യൂക്ലിയസ് ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് അടുത്ത മേജർ ആയിട്ടുള്ള ഒരു ഈവന്റ് അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് നിങ്ങൾ മേജർ ആയിട്ട് പഠിച്ചു വെക്കേണ്ട മറ്റൊരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എംബ്രിയോ എന്ന് പറയുന്നത് അല്ലെ? അതായത് ഇവിടെ ഫ്യൂഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്? അവിടെ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ടിൽ വീണ്ടും എന്താണ്? ഡിവിഷൻ നടന്നിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അത് എംബ്രിയോ ആയിട്ട് ഫോം ചെയ്യാം. എംബ്രിയോ ആണ് പിന്നീട് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മേജർ ആയിട്ട് കുറച്ച് സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ആ സ്റ്റേജസിൽ ഓരോ ഡിഫറെന്റ് ഷേപ്ഡ് ആയിട്ടുള്ള എംബ്രിയോസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സീക്വൻസ് കാണാൻ പറ്റുമോ? ഇതാണ് സൈഗോട്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഒരു പ്രോ എംബ്രിയോ ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താണ്? പ്രോ എംബ്രിയോ കഴിയുമ്പം എന്താണ് നെക്സ്റ്റ് ഫോം ചെയ്യുന്നത്? നമ്മുടെ ഗ്ലോബുലാർ എംബ്രിയോ ആണ്. അത് കഴിഞ്ഞ് ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ എംബ്രിയോയും പിന്നെ എന്താണ്? നമുക്ക് മെച്ചുവർ ആയിട്ടുള്ള ആ ഒരു എംബ്രിയോയും കാണാൻ പറ്റും. ഓക്കെ, അപ്പം ആ ഒരു പെർട്ടിക്കുലർ ഈവൻസ് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത്. അത് കറക്റ്റ് ഓർഡറിലാക്കാൻ നമ്മളോട് പറയാറുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു പിക്ചർ തന്നിട്ട് നിങ്ങളോട് അത് ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായി പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് 2 ടൈപ്സ് ഓഫ് എംബ്രിയോസ് കാണാൻ പറ്റും അല്ലെ? അതായത് മോണോകോട്ട് എംബ്രിയോ ഉണ്ട്, അതുപോലെ തന്നെ ഡൈക്കോട്ട് എംബ്രിയോ ഉണ്ട്. സോ ദിസ് വൺ ഈസ് ഡൈക്കോട്ട്. ഡൈക്കോട്ടിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? 2 കോട്ടിലിഡൻസ് ഉണ്ടാവും. ആൻഡ് ദിസ് വൺ ഈസ് മോണോകോട്ട്. മോണോകോട്ടിലാണെങ്കിൽ എന്താണ്? ഒരു സിംഗിൾ കോട്ടിലിഡൻ ആണ് ഉള്ളത്. ആ ഒരു സിംഗിൾ കോട്ടിലിഡന്റെ പേരാണ് സ്ക്യൂട്ടെല്ലം. അത് നമ്മളോട് ചോദിക്കാറുണ്ട്. ഈ 2 പിക്ചേഴ്സ് നിങ്ങൾ ഇതേപോലെ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഇവിടെ നമുക്ക് പ്ലിമ്യൂൾ കാണാൻ പറ്റും, 2 കോട്ടിലിഡൻസ് കാണാൻ പറ്റും, പിന്നെ ഒരു ഹൈപ്പോകൂട്ടൈൽ റീജിയൻ കാണാൻ പറ്റും, അതുപോലെ റാഡിക്കൽ ആൻഡ് ദ റൂട്ട് ക്യാപ്പ്. ഇത്രയാണ് ഒരു ഡൈക്കോട്ട് എംബ്രിയോയിലെ മേജർ പാർട്സ് എന്ന് പറയുന്നത്. അതേസമയത്ത് മോണോകോട്ടിൽ നമുക്കൊരു സിംഗിൾ ആയിട്ടുള്ള കോട്ടിലിഡൻ ദാറ്റ് ഈസ് സ്ക്യൂട്ടെല്ലം, പിന്നെ ഇവിടെ എന്താണ്? ഷൂട്ട് അപ്പെക്സ് കാണാം, അതിനെ കവർ ചെയ്ത് കൊളിയോപ്റ്റൈൽ കാണാൻ പറ്റും, പിന്നെ എന്താണ്? റാഡിക്കൽ കാണാം, അതിനെ കവർ ചെയ്ത് നമുക്ക് കൊളിയോറൈസ കാണാൻ പറ്റും. അതും കൂടെ നിങ്ങളൊന്ന് കൃത്യമായി പഠിച്ചിരിക്കുക. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് നിങ്ങൾ കൃത്യം ഓർത്തിരിക്കേണ്ടത് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്ന ഒരു ഭാഗമാണ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ അല്ലെ? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ നമ്മുടെ ഫ്രൂട്ട്സ് ഫോം ചെയ്യും. അവിടെ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഒന്ന്, വാട്ട് ഇസ് മെൻ ബൈ ഫോൾസ് ഫ്രൂട്ട്? ഓക്കെ, അപ്പൊ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ചില കേസസിൽ നമ്മുടെ ഈ ഒരു ഓവറിയിൽ നിന്ന് അല്ല ഫ്രൂട്ട് ഫോം ചെയ്യുന്നത്. അതുകൂടാണ്ട് തലാമസ് പോലുള്ള റീജിയൻസിൽ നിന്ന് ഫ്രൂട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കും. അപ്പൊ എന്തായിരിക്കും ട്രൂ ഫ്രൂട്ട്? ഓവറിയിൽ നിന്ന് തന്നെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്താണ്? ട്രൂ ഫ്രൂട്ട് എന്ന് വിളിക്കും. അപ്പൊ ഫോൾസ് ഫ്രൂട്ട്സിന്റെ എക്സാമ്പിൾ നമ്മളോട് ചോദിക്കാറുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ എക്സെട്ര. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നമ്മളോട് ചോദിക്കുന്നതാണ് പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. സോ എന്താണ്? ഫ്രൂട്ട് ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന ഫ്രൂട്ട്സിനെ നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് വിളിക്കാറുണ്ട്. അത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ പഠിച്ചു വെക്കുക, പൈനാപ്പിൾ ആൻഡ് ബനാന. അതുപോലെ തന്നെ പോളി എംബ്രിയോണി എന്താണ് ചോദിക്കാറുണ്ട്? എന്താണ്? മോർ ദാൻ 1 എംബ്രിയോ ഒരു സീഡിൽ നമ്മൾ കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോളി എംബ്രിയോ എന്ന് വിളിക്കുന്നത്. എംബ്രിയോണി അല്ലെങ്കിൽ പോളി എംബ്രിയോസ് എന്ന് വിളിക്കുന്നത്. അത് കാണുന്ന ഫ്രൂട്ട്സ് ആണ് നമ്മുടെ സിട്രസ്, മാംഗോ എക്സെട്ര. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചിരിക്കുക. ആൻഡ് വൺ മോർ തിങ്, അപ്പോമിക്സസിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹൈബ്രിഡ് സീഡ് ഇൻഡസ്ട്രിയിൽ ഈ ഒരു പെർട്ടിക്കുലർ അപ്പോമിക്സസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ എന്താണ് അപ്പോമിക്സസ് എന്ന് ആദ്യം നിങ്ങൾ എഴുതുക. എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് സീഡ്സ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ സീഡ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അപ്പോമിക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഓരോ തവണയും നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡ്സ് ഇങ്ങനെ റീപർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ? നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് ആദ്യമേ കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അടുത്ത ജനറേഷനിൽ എന്താണ്? അതേ സീഡ്സ് തന്നെയാണ് അവിടെ ഫോം ചെയ്യുന്നത്, അതേ ക്യാരക്ടേഴ്സ് ഉള്ള സീഡ്സ് തന്നെയാണ് ഫോം ചെയ്യുന്നത് അല്ലെ? അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഹൈബ്രിഡ് വെറൈറ്റി നമുക്ക് ഓരോ തവണയും പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കൾട്ടിവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് സീഡ്സ് അതേപോലെ പ്രൊഡ്യൂസ് ചെയ്യില്ല, പുതിയ സീഡ്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത് അല്ലെ? അപ്പം അവിടെ എന്താണ്? നമുക്ക് സെയിം ക്യാരക്ടേഴ്സ് റീറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ തവണയും മാറ്റി മാറ്റി വാങ്ങിക്കുമ്പോൾ അവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അല്ലെ? ഫാമേഴ്സിന് അത് മീൻസ് താങ്ങാൻ വീണ്ടും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനെ നമുക്ക് എന്താണ്? കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു
മേജർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മുടെ അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോമിക്സിസ് എന്താണ്, നമുക്ക് ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മളോട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് മേജർ ആയിട്ട് നമ്മളോട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി ലൈവിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ജസ്റ്റ് ആ ലൈവും കൂടി ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആഫ്റ്റർ ആ ഒരു എന്താണ് പഠിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ്സ് ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു സ്കോറിലേക്ക് എത്താം. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും. അണ്ടിൽ ദെൻ താങ്ക് യു ആൻഡ് ബൈ ബൈ.